ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചരിത്രം ഓർമ്മയുണ്ടല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് ഇങ്ങനെ കുറേയേറെ നിങ്ങളോട് സംസാരിച്ചു. അമേരിക്കയിലേക്ക് ഇംഗ്ലണ്ട് വന്നതും അമേരിക്കയിൽ 13 കോളനി സ്ഥാപിച്ചതും ഒക്കെ അതിനകത്ത് ഒരു മെർക്കൻറ്റലിസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അതാണ്. ഓർമ്മയുണ്ട? ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കത്തില്ല അല്ലേ? എന്താണ് മെർക്കൻറ്റലിസം എന്ന് ചോദിച്ചാൽ തിരിച്ച് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. എന്നാലും ഓരോരുത്തരും മനസ്സിനകത്ത് ആ മെർക്കൻറ്റലിസത്തെക്കുറിച്ച് 5 വ്യവസ്ഥകളാണുള്ളത്. അങ്ങനെ ആ മെർക്കൻറ്റലിസം എന്ന് പറയുന്ന ആ നിയമങ്ങൾ ബ്രിട്ടൻ അമേരിക്കയുടെ മേൽ അടിച്ചേൽപ്പിച്ചു. അങ്ങനെ ബ്രിട്ടൻ്റെ ഇത്തരത്തിലുള്ള നിയമങ്ങളും അനാവശ്യമായിട്ടുള്ള നികുതികളും അടിച്ചേൽപ്പിക്കപ്പെട്ട അമേരിക്കൻ ജനത തീർത്തും they became dissatisfaction. അവർക്ക് അസംതൃപ്തി ഉണ്ടായി. ബ്രിട്ടനോട് അവർക്ക് വെറുപ്പ് തോന്നി. എങ്ങനെയെങ്കിലും ബ്രിട്ടനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. അപ്പോൾ ഒരു ഡിസാറ്റിസ്ഫൈഡ് ജനതയാണ്, അസംതൃപ്തരായ ഒരു ജനതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അമേരിക്കയെ സംബന്ധിച്ച്. ബ്രിട്ടൻ്റെ അനാവശ്യമായിട്ടുള്ള നികുതികളും അനാവശ്യമായിട്ടുള്ള നിയമങ്ങളും അടിച്ചേൽപ്പിക്കപ്പെട്ട അമേരിക്ക അസംതൃപ്തരായിരുന്നു. ഇങ്ങനെ അസംതൃപ്തരായി കിടന്ന അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടുന്ന ഇൻസ്പിറേഷൻ, സ്റ്റിമുലേഷൻ, പ്രചോദനം, അവിടെ ഉണ്ടായിരുന്ന ചില അമേരിക്കൻ റൈറ്റേഴ്സ്, അമേരിക്കൻ തിങ്കേഴ്സ്, അമേരിക്കൻ ഫിലോസഫേഴ്സ്, അമേരിക്കൻ എഴുത്തുകാർ, അമേരിക്കയിലെ തത്വചിന്തകന്മാർ, അമേരിക്കൻ റൈറ്റേഴ്സ് ത്രൂ ദെയർ ഐഡിയാസ് to inspire the people of America to fight against Britain. ബ്രിട്ടനെതിരെ പോരാടുന്നതിന് അമേരിക്കൻ ജനതയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിലേക്ക് വേണ്ടി, അവരെ ബോധവൽക്കരിക്കുന്നതിലേക്ക് വേണ്ടി ചില ഐഡിയാസ് ഈ അമേരിക്കൻ റൈറ്റേഴ്സ് ജനങ്ങൾക്ക് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞ ഭാഗം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. അടിച്ചമർത്തപ്പെട്ട അമേരിക്കൻ ജനത, ആ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടുന്ന ഇൻസ്പിറേഷൻ, നിങ്ങൾ അടിച്ചമർത്തപ്പെട്ട് കിടക്കുകയാണ്, നിങ്ങൾ ബ്രിട്ടനെതിരെ ശക്തമായിട്ട് പോരാടണം. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടുന്ന ഇൻസ്പിറേഷൻ, സ്റ്റിമുലേഷൻ അമേരിക്കൻ റൈറ്റേഴ്സ് തങ്ങളുടെ ആശയങ്ങളിലൂടെ ജനങ്ങൾക്ക് നൽകി. അങ്ങനെ അമേരിക്കൻ ജനതയ്ക്ക് ആശയങ്ങളിലൂടെ അമേരിക്കൻ ജനതയെ ഉണർത്തിയ പ്രധാനപ്പെട്ട ചില അമേരിക്കൻ റൈറ്റേഴ്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അമംഗ് ദം വെയർ ജോൺ ലോക്ക്, തോമസ് പെയിൻ. ജോൺ ലോക്ക്, തോമസ് പെയിൻ തുടങ്ങിയ പ്രധാനപ്പെട്ട അമേരിക്കൻ റൈറ്റേഴ്സ്, അമേരിക്കൻ തിങ്കേഴ്സ് തങ്ങളുടെ ഐഡിയാസിലൂടെ, ആശയങ്ങളിലൂടെ അമേരിക്കൻ ജനതയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ പോരാടണം, നിങ്ങളെ അടിമകളാക്കിയിട്ടിരിക്കുന്ന, നിങ്ങളെ കോളനിയാക്കി വെച്ചിരിക്കുന്ന ബ്രിട്ടനെതിരെ നിങ്ങൾ ശക്തമായി പോരാടണം എന്നുള്ള ഇൻസ്പിറേഷൻ അമേരിക്കൻ ജനതയ്ക്ക് കൊടുത്ത പ്രധാനപ്പെട്ട തിങ്കേഴ്സ്, റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ജോൺ ലോക്ക് ആൻഡ് തോമസ് പെയിൻ. എന്ത് ആശയങ്ങളാണ്, എന്ത് ഐഡിയാസാണ് അവർ നൽകിയത്? ജോൺ ലോക്ക് എന്ത് പറഞ്ഞു? അമേരിക്കൻ ജനതയോട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഐഡിയ ഇതായിരുന്നു: ഓൾ പീപ്പിൾ ഹാവ് ദെയർ ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എല്ലാ ജനങ്ങൾക്കും അവരുടേതായിട്ടുള്ള മൗലികാവകാശങ്ങളുണ്ട്.
ആ മൗലികാവകാശങ്ങളെ വയലേറ്റ് ചെയ്യുവാൻ, ഖനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല. ലോകത്തിലെ എല്ലാ പൗരന്മാർക്കും അവരുടേതായിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഖനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല. നിങ്ങൾ അമേരിക്കക്കാർക്കും മൗലികാവകാശങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ മൗലികാവകാശങ്ങളെ ബ്രിട്ടൻ ഖനിക്കുകയാണ്. ബ്രിട്ടൻ അതിനുള്ള അവകാശമില്ല. നിങ്ങൾ ബ്രിട്ടനെ ഇവിടെ നിന്നും ഓടിക്കണം. ബ്രിട്ടനെതിരെ നിങ്ങൾ ശക്തമായി സമരം ചെയ്യണം. അമേരിക്കക്കാരോട് ആര് പറഞ്ഞു? ജോൺ ലോക്ക് എന്ന് പറയുന്ന ഗ്രേറ്റ് അമേരിക്കൻ റൈറ്റർ, മഹാനായ അമേരിക്കൻ എഴുത്തുകാരൻ, തിങ്കർ, ചിന്തകൻ. തോമസ് പെയിൻ, മറ്റൊരു അമേരിക്കൻ റൈറ്ററായ, ഫിലോസഫറായ തോമസ് പെയിൻ പറഞ്ഞത്, അമേരിക്കയെ പോലുള്ള ഒരു വൻ കരയെ ഏറെ നാൾ ഇംഗ്ലണ്ടിനെ പോലുള്ള ഒരു രാജ്യത്തിന് ഭരിക്കാനാകില്ല. നിങ്ങൾ സ്വാതന്ത്ര്യം തന്നിട്ട് പൊയ്ക്കൊള്ളുക. ഇതൊരു വലിയ ഒരു വൻ കോണ്ടിനെൻ്റാണിത്. ഒരു വൻകരയാണ് അമേരിക്ക എന്ന് പറയുന്നത്. ആ അമേരിക്ക ഏറെ നാൾ ഭരിക്കുവാൻ ഇംഗ്ലണ്ടിനെ പോലുള്ള ഒരു രാഷ്ട്രത്തിന് കഴിയില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. നിങ്ങളെ ഇവിടെ നിന്നും അമേരിക്കൻ ജനത നിങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കും. ഏറെ നാൾ നിങ്ങൾക്ക് ഇവിടെ ഭരിക്കാനാകില്ല എന്ന് തോമസ് പെയിൻ അമേരിക്കൻ ജനതയോട് പറഞ്ഞു. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം. ആൻഡ് ത്രൂ ദെയർ ഐഡിയാസ്, ഇവരുടെ ആശയങ്ങളിലൂടെ, ജോൺ ലോക്കിൻ്റെയും തോമസ് പെയിനിൻ്റെയും ആശയങ്ങളിലൂടെ അമേരിക്കൻ ജനത ശക്തമായി ഉയർത്തെഴുന്നേറ്റു. രണ്ട് ഫിലോസഫിക്കൽ തിങ്കേഴ്സിനെ കുറിച്ച്, രണ്ട് അമേരിക്കൻ റൈറ്റേഴ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഫസ്റ്റ് വൺ ജോൺ ലോക്ക് ആൻഡ് സെക്കൻഡ് വൺ തോമസ് പെയിൻ. ജോൺ ലോക്ക് എന്താണ് പറഞ്ഞത്? ഓൾ പീപ്പിൾ ഹാവ് ദെയർ ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ഒരു ഗവൺമെൻറ്റിനും ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാൻ, ഖനിക്കാനാകില്ല. എല്ലാ പൗരന്മാർക്കും മൗലികാവകാശങ്ങളുണ്ട്. ആ മൗലികാവകാശങ്ങളെ ഒരു സർക്കാരിനും ഖനിക്കാനാവില്ല എന്ന് ജോൺ ലോക്ക് അമേരിക്കൻ ജനതയോട് പറഞ്ഞു. രണ്ട്, തോമസ് പെയിൻ എന്താ പറഞ്ഞത്? അമേരിക്കയെ പോലുള്ള ഒരു വൻകരയെ ഏറെ നാൾ ഭരിക്കാൻ ഇംഗ്ലണ്ടിനാവില്ല. നമ്മൾ ഇംഗ്ലണ്ടിനെ ഇവിടെ നിന്ന് ഓടിക്കണം. ത്രൂ ദെയർ ഐഡിയാസ്, അവരുടെ ആശയങ്ങളിലൂടെ അമേരിക്കൻ ജനത ഉയർത്തെഴുന്നേറ്റു. ഇംഗ്ലണ്ടിനെതിരെ ശക്തമായിട്ട് പോരാടുവാൻ അമേരിക്കൻ ജനത തയ്യാറെടുത്തു. തുടർന്ന് the revolutionary leaders in 13 colonies except Georgia, 13 കോളനികളാണ് ഞാൻ പറഞ്ഞത്. അതിൽ ജോർജിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലെയും വിപ്ലവകാരികൾ ബ്രിട്ടനെതിരെ സമരം ചെയ്യാൻ അമേരിക്ക തയ്യാറെടുത്തപ്പോൾ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരികളുടെ നേതാക്കൾ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി. ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1774. 1774 ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് കോളനികളിലെ നേതാക്കന്മാർ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി. ഫിലാഡൽഫിയ കോൺഫറൻസ് 1774, 1774 വിളിച്ചു കൂട്ടിയ 1774 ഓർത്തു വയ്ക്കുക. 1774 വിപ്ലവകാരികളുടെ നേതാക്കൾ, അമേരിക്കൻ വിപ്ലവകാരികളുടെ നേതാക്കൾ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി ഫിലാഡൽഫിയയിൽ. ഈ കോൺഫറൻസിനെ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നു. എന്തായിരുന്നു ഈ കോൺഗ്രസിൽ, ഈ സമ്മേളനത്തിലെടുത്ത തീരുമാനം? ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനം, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. എക്സാമിന് ചോദിക്കുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പം ഞാൻ
ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് 1774 വിളിച്ചു കൂട്ടിയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരിക്കും വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നു ആ സമ്മേളനത്തിൻ്റെ എയിം? എന്തായിരുന്നു ആ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം? വിളിച്ചു കൂട്ടിയിട്ട് നാഷണൽ ലീഡേഴ്സ്, ദേശീയ നേതാക്കൾ, വിപ്ലവകാരികളുടെ നേതാക്കൾ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ബ്രിട്ടൻ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള മുഴുവൻ ട്രേഡ് കൺട്രോളും എടുത്തു കളയുക. അമേരിക്കയ്ക്ക് സ്വതന്ത്രമായിട്ട് കച്ചവടം നടത്താൻ കഴിയുന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ചു മെർക്കന്റിലിസം എന്ന് പറയുന്ന വ്യവസ്ഥ. ആ വ്യവസ്ഥ നിങ്ങൾ ഓരോന്നായിട്ട് നോക്കിക്കേ. സ്വതന്ത്രമായിട്ട് അമേരിക്കയ്ക്ക് കച്ചവടം നടത്താൻ കഴിയുന്നില്ല. ബ്രിട്ടൻ പറയുന്നത് കണക്കെ ബ്രിട്ടൻ എന്ത് പറയുന്നോ അതനുസരിച്ച് ഇവർക്ക് കച്ചവടം ചെയ്യാൻ കഴിയൂ. ആ ട്രേഡ് കൺട്രോൾ എടുത്തു കളയുക. മനസ്സിലായല്ലേ? അമേരിക്കയുടെ മേൽ ബ്രിട്ടൻ അടിച്ചേൽപ്പിച്ചിട്ടുള്ള മുഴുവൻ വ്യാപാര നിയന്ത്രണവും എടുത്തു കളയുക. കൂടാതെ ഞങ്ങളുടെ അനുവാദം കൂടാതെ, അമേരിക്കക്കാരുടെ അനുവാദം കൂടാതെ ഞങ്ങളുടെ മേൽ നികുതി അടിച്ചേൽപ്പിക്കാൻ ബ്രിട്ടനാകില്ല. ഞങ്ങളുടെ അനുവാദം കൂടാതെ ഞങ്ങളുടെ മേൽ നികുതി അടിച്ചേൽപ്പിക്കാതിരിക്കുക, ഞങ്ങളുടെ മേൽ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ വ്യാപാര നിയന്ത്രണങ്ങളും എടുത്തു കളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പെറ്റീഷൻ തയ്യാറാക്കി ഈ കോൺഫറൻസിൽ വെച്ച്, ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ വെച്ച്, ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനത്തിൽ വെച്ച് കോളനികളിലെ നേതാക്കന്മാർ ഒരു പെറ്റീഷൻ, ഒരു മെമ്മോ തയ്യാറാക്കി. ആ പെറ്റീഷനിൽ അവരെഴുതിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ മേൽ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ ട്രേഡ് കൺട്രോൾ നിങ്ങൾ എടുത്തു കളയുക. രണ്ട്, ഞങ്ങളുടെ അനുവാദം കൂടാതെ നിങ്ങൾ ഞങ്ങളുടെ മേൽ നികുതി അടിച്ചേൽപ്പിക്കരുത്. ഈ രണ്ടാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഒരു പെറ്റീഷൻ ഈ സമ്മേളനത്തിൽ വെച്ച് അമേരിക്കൻ വിപ്ലവകാരികൾ, അമേരിക്കൻ ദേശീയ നേതാക്കൾ തയ്യാറാക്കിയത്. ആൻഡ് സബ്മിറ്റഡ് ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. ആ പെറ്റീഷൻ ഇംഗ്ലണ്ടിലെ രാജാവിന് മുന്നിൽ സമർപ്പിച്ചു. ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇവർ എഴുതി തയ്യാറാക്കിയ ഈ മെമ്മോറാണ്ടം, ഈ പെറ്റീഷൻ ദേ സബ്മിറ്റഡ് ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പോൾ രാജാവ് ശരിക്കും they totally rejected it. അത് പൂർണ്ണമായിട്ടും ആ മെമ്മോറാണ്ടം, ആ പെറ്റീഷൻ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. തള്ളിക്കളഞ്ഞു. ഇവർ കൊണ്ടുകൊടുത്ത മെമ്മോറാണ്ടം എന്ന് നോക്കിയിട്ട് ശരിക്കും അദ്ദേഹം വലിച്ചെറിയാൻ കളഞ്ഞു. ഇവിടെ മെമ്മോറാണ്ടവും വേണ്ട, ഒന്നും വേണ്ട. മെമ്മോറാണ്ടം റിജക്റ്റ്. അപ്പോൾ രണ്ടാവശ്യങ്ങൾ അറിയാലോ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ രണ്ടാവശ്യങ്ങൾ. ബ്രിട്ടൻ അമേരിക്കയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ എടുത്തു കളയണം, അമേരിക്കയ്ക്ക് സ്വതന്ത്രമായിട്ട് കച്ചവടം ചെയ്യണം. അതായിരുന്നു ഒരാവശ്യം. സെക്കൻഡ് വൺ, അമേരിക്കക്കാരുടെ അനുവാദം കൂടാതെ അവരുടെ മേൽ നികുതി അടിച്ചേൽപ്പിക്കരുത്. ഇതെഴുതി തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് ഇംഗ്ലണ്ടിലെ രാജാവ് പൂ പോലെ പുഷ്പം പോലെ എടുത്തങ്ങ് കളഞ്ഞു. എടുത്ത് കളഞ്ഞെന്ന് മാത്രമല്ല, ദ കിങ് ഡിക്ലെയർഡ് വാർ അഗേൻസ്റ്റ് അമേരിക്ക ഓർ അമേരിക്കൻസ്. അമേരിക്കക്കാർക്കെതിരെ ശക്തമായിട്ടൊരു യുദ്ധപ്രഖ്യാപനം നടത്തി. നിങ്ങൾ പെറ്റീഷനുമായിട്ട് വന്നിരിക്കുന്നു. എൻ്റെ മുന്നിൽ മെമ്മോറാണ്ടമായിട്ട് വരാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യം. ശരി, നിങ്ങൾക്കെതിരെ ഇംഗ്ലണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അങ്ങനെ അമേരിക്കയെ ആക്രമിക്കുവാൻ ഇംഗ്ലണ്ട് തയ്യാറെടുത്തു. 1775 ഓർക്കുക, തൊട്ട് അടുത്ത വർഷം യുദ്ധപ്രഖ്യാപനത്തിനെ തുടർന്ന് 1775 നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അമേരിക്കൻ റവല്യൂഷണറി ലീഡേഴ്സ്, നാഷണൽ ലീഡേഴ്സ്
also held a conference at Philadelphia in 1775. 1775 രണ്ടാം സമ്മേളനം ഫിലാഡൽഫിയയിൽ വിളിച്ചുകൂട്ടി. ഫസ്റ്റ് കോൺഫറൻസ് 1774 ഫിലാഡൽഫിയ. വീണ്ടും 1775 ഫിലാഡൽഫിയയിൽ രണ്ടാമത്തെ സമ്മേളനം. അപ്പോൾ ഇതിനെ നമുക്ക് വിളിക്കാം സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് കഴിഞ്ഞു. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ ഫലമായിട്ട് സബ്മിറ്റ് ചെയ്ത ഹർജി പെറ്റീഷൻ രാജാവ് റിജക്റ്റ് ചെയ്ത് അമേരിക്കക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക വീണ്ടും കോൺഫറൻസ് ഫിലാഡൽഫിയയിൽ വിളിച്ചു കൂട്ടുന്നു 1775. അപ്പോൾ ഇതിനെ നമുക്ക് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് വിളിക്കാം. എന്തിനു വേണ്ടിയാണ് വീണ്ടും ഒരു കോൺഗ്രസ് ഇവർ വിളിച്ചു കൂട്ടിയത് ഫിലാഡൽഫിയയിൽ? ഈ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്കെതിരെ ബ്രിട്ടൻ യുദ്ധം പ്രഖ്യാപിച്ചുവെങ്കിൽ ഞങ്ങളും റെഡി ടു ഫൈറ്റ് അഗൻസ്റ്റ്, ഞങ്ങളും തയ്യാർ തന്നെ. ബ്രിട്ടനെതിരെ യുദ്ധത്തിന് ഞങ്ങളും തയ്യാർ. നിങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം ചെയ്തുവെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാർ. ആൻഡ് ദേ ഇലക്റ്റഡ് ജോർജ് വാഷിംഗ്ടൺ ആസ് ദെയർ കമാൻഡർ ഇൻ ചീഫ് ഓഫ് അമേരിക്കൻ ആർമി. അമേരിക്കൻ സേനയുടെ സർവ്വസൈന്യാധിപനായിട്ട് ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തുകൊണ്ട് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. ഫിലാഡൽഫിയയിൽ വിളിച്ചുകൂട്ടിയ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അമേരിക്കൻ നേതാക്കൾ എടുത്ത തീരുമാനം ഇതായിരുന്നു: ഞങ്ങളും യുദ്ധത്തിന് തയ്യാർ. ഞങ്ങളുടെ സേനയെ ആര് നയിക്കും? ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടണിനെ ഞങ്ങളുടെ സേനയുടെ സർവ്വസൈന്യാധിപനായി തിരഞ്ഞെടുത്തുകൊണ്ട് ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ച യുദ്ധപ്രഖ്യാപനം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങളും യുദ്ധത്തിന് തയ്യാർ. തുടർന്ന് ഈ സമയത്ത് തോമസ് പെയിൻ, ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ വീഡിയോ ക്ലിപ്പിൽ നിങ്ങളോട് പറഞ്ഞ ഒരു തോമസ് പെയിൻ, ദ ഗ്രേറ്റ് അമേരിക്കൻ തിങ്കർ ആൻഡ് റൈറ്റർ. ഏറെ നാൾ അമേരിക്കയെ പോലുള്ള ഒരു വലിയ രാജ്യത്തെ ഇംഗ്ലണ്ടിന് ഭരിക്കാനാകില്ല എന്ന് ഞാൻ മുൻപ് കഴിഞ്ഞ വീഡിയോ ക്ലിപ്പിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ആ തോമസ് പെയിൻ ഒരു സ്മോൾ പാംലെറ്റ്, ഒരു സ്മോൾ ബുക്ക് തയ്യാറാക്കി, കോമൺ സെൻസ്. കോമൺ സെൻസ് എന്ന് പറയുന്ന ബുക്ക്. അതിനകത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്ക വിട്ടുപോകും, ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്ക സ്വാതന്ത്ര്യം നേടിയെടുക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ആ സ്മാൾ ബുക്കിൽ കോമൺ സെൻസ് എന്ന് പറയുന്ന ആ ബുക്ക്, തോമസ് പെയിൻ്റെ പുസ്തകത്തിൻ്റെ പേര് മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു കാര്യമെന്ന് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്കില്ലാത്തത് എന്താണ്? കോമൺ സെൻസ്. മനസ്സിലായോ? അപ്പോൾ കോമൺ സെൻസ് എന്ന് പറയുന്ന പുസ്തകം തോമസ് പെയിൻ്റെ. എന്താണ് അദ്ദേഹം അതിനകത്ത് സൂചിപ്പിക്കുന്നത്? ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്ക വിട്ടുപോകും, സ്വാതന്ത്ര്യം നേടിയെടുക്കും. തുടർന്ന് 1776 വീണ്ടും ഫിലാഡൽഫിയയിലെ സമ്മേളനത്തിൽ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. 1776 വീണ്ടും ഫിലാഡൽഫിയയിൽ അമേരിക്കൻ ദേശീയ നേതാക്കൾ സമ്മേളനം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഞങ്ങൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നു എന്നുള്ള ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം 1776 അമേരിക്ക നടത്തുന്നു. 1776 അമേരിക്ക സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം മറന്നു പോകരുത്. എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും മൗലികാവകാശങ്ങൾ ഉണ്ടെന്നും സൂചിപ്പിച്ചുകൊണ്ടുള്ള, എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും മൗലികാവകാശങ്ങൾ ഉണ്ടെന്നും സൂചിപ്പിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം അമേരിക്ക നടത്തുന്നു. 1776 1776 ഈ സ്വാതന്ത്ര്യ സമരം അമേരിക്കയ്ക്ക് വേണ്ടി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടി ചേർന്നാണ് അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് തയ്യാറാക്കിയത്? സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം. അമേരിക്ക സ്വാതന്ത്ര്യം അങ്ങ് പ്രഖ്യാപിച്ചു. 1776 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1776. 1776 അമേരിക്കയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം തയ്യാറാക്കിയത് ഞാൻ സൂചിപ്പിച്ചു ആ പേരുകൾ. ഒന്ന്
ഓർത്ത് നോക്കിക്കേ. തോമസ് ജെഫേഴ്സൺ, യെസ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടി ചേർന്നാണ് അമേരിക്കയ്ക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം തയ്യാറാക്കിയത്. അമേരിക്ക സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തിയ ഉടൻ തന്നെ ബ്രിട്ടൻ അമേരിക്കയെ ആക്രമിച്ചു. ആൻഡ് വാർ ബിഗാൻ ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് ബ്രിട്ടൻ. ശക്തമായ ആക്രമണം. ഈ യുദ്ധം 1781 1781 യുദ്ധം അവസാനിക്കുന്നു. 1781 യുദ്ധം അവസാനിച്ചു. വിത്ത് ദ ഫെയിലുവർ ഓഫ് ദ ഗ്രേറ്റ് ബ്രിട്ടൻ. ബ്രിട്ടന്റെ പരാജയത്തോടുകൂടി, ബ്രിട്ടനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1781 അമേരിക്ക വിജയം നേടിയെടുത്തു. അങ്ങനെ അമേരിക്കയ്ക്ക് ഈ 13 സ്റ്റേറ്റുകൾക്കും സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ബ്രിട്ടൻ തയ്യാറായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1783, മറന്നു പോകരുത്, 1783 തയ്യാറാക്കിയ ട്രീറ്റി ഓഫ് പാരീസ്, പാരീസ് സന്ധി അനുസരിച്ച് 1783 പാരീസ് സമാധാന സന്ധി അനുസരിച്ച് അമേരിക്ക ഗോട്ട് ഇൻഡിപെൻഡൻസ്. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു 1783. മനസ്സിലായല്ലേ? 76 സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തി. അമേരിക്ക സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തി. തുടർന്ന് ബ്രിട്ടൻ അമേരിക്കയെ ആക്രമിക്കുന്നു. 81 യുദ്ധം അവസാനിക്കുന്നു അമേരിക്കയുടെ വിജയത്തോടുകൂടി. തുടർന്ന് പാരീസ് ട്രീറ്റി എഴുതി തയ്യാറാക്കി. പാരീസ് സമാധാന സന്ധി അനുസരിച്ച് 1783 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെ 1783 13 സ്റ്റേറ്റുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രൂപം കൊണ്ടു. ആൻഡ് ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് they elected George Washington as the first president of United States of America. അങ്ങനെ അമേരിക്കയുടെ ആദ്യ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടണിനെ അവർ നിയമിച്ചു. അമേരിക്കയ്ക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി. ജെയിംസ് മാഡിസൺ അമേരിക്കയ്ക്ക് വേണ്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി. അങ്ങനെ 1783 അമേരിക്ക സ്വാതന്ത്ര്യം നേടിയെടുത്തു. ആദ്യ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടൺ. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫസ്റ്റ് പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. അമേരിക്കയ്ക്ക് വേണ്ടി ഒരു ഭരണഘടന, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് വേണ്ടി ആ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ. ഇതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ റവല്യൂഷൻ. ഇനി നമുക്കതിനകത്ത് പഠിക്കാനുള്ളത് അതിൻ്റെ റിസൾട്ടാണ്, കോൺസിക്വൻസസ് ആണ്. ആ കോൺസിക്വൻസസിനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കാം. ഏതായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നുള്ള വിശ്വാസമുണ്ട്. ക്ലാസ് വളരെ ഏറെ നിങ്ങൾക്ക് എത്രമാത്രം ഫലപ്രദമാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും ഈ വീഡിയോ ക്ലിപ്പ് കണ്ട് ഭംഗിയായിട്ട് കണ്ടതിന് ശേഷം കൂടെ തന്നെ ടെക്സ്റ്റ് എടുത്ത് വെച്ച് വായിച്ച് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഏതായാലും ഇനിയും നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ്.